റേഷൻ കടകൾ അടച്ചിട്ടിട്ടില്ലെങ്കിൽ അതിന് നരേന്ദ്രമോദി കാരണമാണ് അടച്ചിടാത്തത്. കാരണം 80 കോടി മനുഷ്യർക്കാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ രാജ്യത്ത് സൗജന്യമായിട്ട് റേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ്, അല്ല എന്ത് സംസ്ഥാന സർക്കാരല്ല. കൃഷിയില്ലാത്ത കേരളത്തിൽ എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി എടുത്തിട്ട് അരി കൊടുത്തിട്ടിരിക്കുന്നത്? അരി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അരി കൊടുക്കുന്നതിന് കേന്ദ്രം കൊടുക്കുക. ഞാൻ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് നേടുന്നത് വിലക്കയറ്റം കാരണം കേരളത്തിലെ അമ്മമാരുടെ വയറ്റത്തടിച്ച മന്ത്രിക്കെതിരെയാണ്. ഞാൻ നെടുമങ്ങാട് മണ്ഡലത്തിൽ വോട്ട് നേടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിരുദ്ധനായ മന്ത്രിയോടാണ്. കാരണം സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്ന അദ്ദേഹമാണ്. എങ്ങനെയാണ് നെടുമങ്ങാട് ചരിത്രം കുറിക്കും, BJP ജയിക്കും. ഇത് തന്നെയാണ് ഒറ്റവാക്കി പറയാനുള്ളത്. എങ്ങനെയാണ് താങ്കളെ ജനങ്ങൾ സ്വീകരിക്കുന്നത്? പ്രചരണത്തിന് ഇത്രയും ദിവസം കഴിയും. അല്ല, നിങ്ങൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല എത്ര ആവേശത്തോടു കൂടിയാണ് ആൾക്കാർ വണ്ടി പോകുന്നവര്, വരുന്നവര്, ഇറങ്ങി വരുന്നവര്. വലിയ 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 ആവേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് വല്ലാത്ത രീതിയിൽ ആ സ്നേഹം വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്കും സ്നേഹം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രിയുടെ മണ്ഡലമാണ്, ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്ന്? അല്ല, എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് തരുന്നത് ഇടതുപക്ഷ അനുഭാവികൾ തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് വലിയൊരു മടുപ്പുണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ കാര്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം കോൺഫിഡന്റ് ആണ് ആ വിഷയത്തിനകത്ത്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നറേറ്റീവ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ വികസനം നടത്തി എന്നുള്ള രീതിയിൽ. അത് നമ്മൾ കുറച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് മുഴുവൻ പൊള്ളത്തരങ്ങളാണ് എന്നുള്ള കാര്യം. തൊലിപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ ഇതാ വലിയ വികസനം നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഫലത്തിൽ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ കാര്യം തന്നെ നമുക്കറിയാലോ. വലിയ സമരങ്ങളും പ്രശ്നങ്ങളും നടന്നാണ്. വർഷത്തിൽ 1-2 പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവിടെ വലിയ വാർത്ത സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ബാക്കി വാർത്ത സൃഷ്ടിക്കപ്പെടാതെ പോകുന്ന ദുരിതങ്ങൾ വേറെയാണ് ആശുപത്രിയെ സംബന്ധിച്ചാണ്. അപ്പൊ അതിനൊരു കെട്ടിടം കെട്ടി വെച്ചു, അത് തന്നെ കഴിഞ്ഞു. ആ കെട്ടിടം കെട്ടുന്നത് എന്തിനാണ്? ചില കോൺട്രാക്ടർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് മറ്റു ചില ലാഭങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇതിന്റെ അകത്തുള്ള അവസ്ഥ എന്താണ്? വളരെ ദുരിതം പിടിച്ച അവസ്ഥയാണ്. അപ്പോ പറഞ്ഞു വരുന്നതാണ് നമ്മുടെ തൊലിപ്പുറത്തുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്തു. ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി മുതൽ വെമ്പായം പഞ്ചായത്ത് മുതൽ എവിടെ ചെന്ന് നിങ്ങൾ നോക്കിയിരുന്നാലും ശരി തന്നെയാണ് 4-5 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം കിട്ടുന്നത്. ഇപ്പൊ കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിയുന്നില്ല ആ മന്ത്രിക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നെടുമങ്ങാട് ചന്തയ്ക്കകത്ത് നമ്മൾ പോയായിരുന്നു. നെടുമങ്ങാട് അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് കേട്ടോ. ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിനകത്ത് ചന്തയ്ക്കകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. അതിന്റെ അകത്ത് കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് കച്ചവടത്തിന് വരുന്നത്. അവര് എന്ത് കഷ്ടപ്പാടാണ് അവര് പറയുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു BJP പ്രതിനിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെയല്ല നമ്മളോട് റെസ്പോൺസ് വരിക. അവർ നമ്മളോടായിരിക്കില്ല, പക്ഷെ അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം മടുപ്പ് അവർക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഈ മണ്ഡലത്തിന്റെ ആവശ്യകതകളെ ഒന്നും തന്നെ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ അതിനകത്ത് പോത്തങ്കോട് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഏറ്റവും വലിയ ജംഗ്ഷനുകളിൽ ഒന്നാണ്. ഏറ്റവും വലിയ ജംഗ്ഷൻ എന്നല്ല, ഏറ്റവും വലിയ ഇപ്പൊ നെടുമങ്ങാട് ജംഗ്ഷനും പോത്തങ്കോട് ജംഗ്ഷനുമാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സെന്ററുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ പോത്തങ്കോടിനെ ഒരു തരത്തിലും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് എന്താണ് സമയമായപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് കിട്ടണം. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോത്തങ്കോട് മുതൽ മംഗലപുരം വരെയുള്ള 7 കിലോമീറ്റർ റോഡ് അദ്ദേഹം ടാർ ചെയ്തിട്ടു. റോഡ് ടാർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ അദ്ദേഹം വലിയ വികസന പ്രവർത്തനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? 2 ദിവസം കഴിഞ്ഞ് മഴ പെയ്ത് വീടുകൾക്കകത്ത് മുഴുവൻ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ അത് എന്തിനു ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം റോഡുകൾക്കകത്ത് അതിന്റെ മണ്ണ് നീക്കാനോ അതിന്റെ അകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഈ റോഡ് പണിയുടെ വേസ്റ്റ് വരെ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ എടുത്ത് ഓടയ്ക്കകത്തിട്ട് ഓടയുടെ പുറത്ത് സ്ലാബ് ഇട്ട് അതിന്റെ പുറത്ത് ടൈലിട്ട് വെച്ചു. എന്ത് വൃത്തിയായിട്ടാണ് കാണിക്കുന്നതെന്ന് ആലോചിച്ചോളാം. ഇപ്പൊ ഈ ഒരു ചെറിയ 1-2 മഴയിൽ തന്നെ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ പെരുമഴ വരുന്ന സമയത്ത് എന്തായിരിക്കും, കാലവർഷമൊക്കെ തുടങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നവീകരിക്കാതെ ഈ പ്രദേശത്തിന് ഒന്നും നടക്കില്ല. പോത്തങ്കോട് ജംഗ്ഷൻ നവീകരിക്കാതെ ഒന്നും പറ്റില്ല. കാരണം നാഷണൽ ഹൈവേ MC റോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണത്. അപ്പൊ ഇത് നാളെ നവീകരിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുന്നത്? അപ്പൊ ഇപ്പൊ പണിഞ്ഞു വെച്ച 70 കോടി രൂപയുടെ റോഡിന് എന്ത് ചെയ്യും നമ്മൾ? മൊത്തത്തിൽ അത് ഒന്നുമില്ലാണ്ട് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ റോഡ് വീണ്ടും ഒന്നേന്ന് പുറകെ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് എനിക്കിത് ഇവിടെ ഞാൻ വികസനം നടത്തി എന്ന് പറഞ്ഞ് വോട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഉഡായിപ്പ് പരിപാടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉഡായിപ്പിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല. വഴയില മുതലുള്ള റോഡിന്റെ വികസനമാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത്. നോക്കൂ, 2016 BJPയുടെ മാനിഫെസ്റ്റോയിൽ അന്ന് വിവരാശേഷം മത്സരിക്കുമ്പോൾ പറഞ്ഞാണ് ആ റോഡ് 4 വരിയാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. 2025 അതിന്റെ പണി 10 വർഷം കഴിഞ്ഞു. ആ വഴയില വരെയുള്ള റോഡ് ഒരു ദശകത്തിന് മുമ്പേ 4 വരിയായി കഴിഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വികസനം ഉണ്ടാകണം. ഇങ്ങോട്ടേക്കുള്ള വഴി റോഡ് 4 വരി ആകേണ്ടുന്നതാണ്, സ്വാഭാവികമായും ആകേണ്ടുന്നതാണത്. ഞാൻ നെടുമങ്ങാട് മണ്ഡലത്തിൽ വോട്ട് തരുന്നത് ഭക്ഷ്യവിലക്കയറ്റം കാരണം കേരളത്തിൽ നടുവൊടിച്ച മന്ത്രിയാണ്.
ഞാൻ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് നേടുന്നത് വിലക്കയറ്റം കാരണം കേരളത്തിലെ അമ്മമാരുടെ വയറ്റെ ധരിച്ച മന്ത്രിക്കെതിരെയാണ്. ഞാൻ നെടുമങ്ങാട് മണ്ഡലത്തിൽ വോട്ട് നേടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കർഷക വിരുദ്ധനായ മന്ത്രിയോടാണ്. കാരണം സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്ന അദ്ദേഹമാണ്. ആ സിവിൽ സപ്ലൈസ് വകുപ്പിനകത്തിരുന്നുകൊണ്ട് കർഷകരുടെ വിളകൾക്ക് കൃത്യമായിട്ട് സമയത്ത് അത് ഏറ്റെടുക്കാതെ അതിനുള്ള പണം നൽകാതെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു മന്ത്രിക്കെതിരെയാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ മണ്ഡലത്തിനെയും അദ്ദേഹം നോക്കിയിട്ടില്ല, മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സംസ്ഥാനത്തിനെയും നോക്കിയിട്ടില്ല. ഇത്രയധികം ഭക്ഷ്യ വിലക്കയറ്റം നിൽക്കുന്ന വേറെ ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അദ്ദേഹം ആ രണ്ട് വിഭാഗത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്, MLA എന്നുള്ള നിലയിലും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ. അത്തരത്തിലൊരു വ്യക്തിക്കെതിരായിട്ടാണ് ഞാൻ ഈ മണ്ഡലത്തിനകത്ത് വോട്ട് ചോദിക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അതിനെതിരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും റേഷൻ കടകൾ ഇതുവരെ അടച്ചിട്ടിട്ടില്ല എന്നുമാണ് മന്ത്രിയുടെ അവകാശം. റേഷൻ കടകൾ അടച്ചിട്ടിട്ടില്ലെങ്കിൽ അത് നരേന്ദ്രമോദി കാരണമാണ് അടച്ചിടാത്തത്. കാരണം 80 കോടി മനുഷ്യർക്കാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ രാജ്യത്ത് സൗജന്യമായിട്ട് റേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ്, അല്ലാണ്ട് സംസ്ഥാന സർക്കാരല്ല. കൃഷിയില്ലാത്ത കേരളത്തിൽ എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി എടുത്തിട്ട് അരി എടുത്തുകൊണ്ടിരിക്കുന്നത്? അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അരി കൊടുക്കുന്നതിന് കേന്ദ്ര മാറാത്തത് നെടുമങ്ങാട് മാറിയേ പറ്റൂ. കാരണം ഒരു മന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിന് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഒരു സാധാരണ MLA ആയിട്ടിരുന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ പോവാണ്? അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് മാറിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും പ്രചരണം തുടരട്ടെ.